ഈ ഭൂമിയെ ക്ലാസ് റൂമിനോട് കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഒരു പീരീഡാണ്. ചിലപ്പോൾ അത് മലയാളമായിരിക്കും, ചിലപ്പോൾ മാത്സ് ആയിരിക്കും. 10 മണി മുതൽ 11 മണി വരെ അടുത്ത പീരീഡാണ്. അത് രാവിലെ വന്ന സബ്ജക്റ്റ് ആയിരിക്കത്തില്ല, അടുത്ത സബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ പീരീഡുകളായിട്ട് കഴിഞ്ഞു പോകുമ്പോഴാണ് ഒരു ദിവസത്തെ ക്ലാസ് അവസാനിക്കുന്നത്. ഇതുപോലെയാണ് കർത്താവിൻ്റെ വരവിനെ നമ്മൾ കാണേണ്ടത്, ഈ ഭൂമിയെ നമ്മൾ കാണേണ്ടത്. ഓരോരോ പീരീഡുകൾ കഴിഞ്ഞു പോവുകയാണ്. നമ്മുടെ അപ്പന്മാരും നമ്മുടെ അപ്പൻ്റെ അപ്പന്മാരും ഒക്കെ പഠിച്ച അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ അല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പിള്ളേർ ഇന്ന് ഫേസ് ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയ പോലത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഗെയിമുകൾ, ഇന്നത്തെ ഓൺലൈൻ ഗെയിമുകൾ, അങ്ങനെയൊക്കെയുള്ളതായ അഡിക്ഷനുകൾ, ഡ്രഗുകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ മക്കളുമാർ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ നമ്മൾ ഫേസ് ചെയ്തതല്ല നമ്മുടെ അപ്പന്മാർ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ, അല്ലേ? ഈ ഇന്നത്തെ അമ്മച്ചിമാരും അപ്പച്ചമാരും ഒക്കെ പറയുന്നുണ്ട്, ഇതെന്തോ കാലമാണ്, ഇതൊരു വല്ലാത്ത കാലം എന്ന് പറയുന്നത്. കാരണം അവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയോ എക്സ്പീരിയൻസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ പീരീഡുകളായിട്ട് ഇങ്ങനെ ഭൂമി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ 2025 ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു ലാസ്റ്റ് പീരീഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം ലാസ്റ്റ് പീരീഡിന്റെ പ്രത്യേകത എന്താ? ലാസ്റ്റ് പീരീഡിന്റെ പ്രത്യേകത, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പീരീഡാണ് ലാസ്റ്റ് പീരീഡ്. ആർക്കായി ലാസ്റ്റ് പീരീഡ് ഏറ്റവും ഇഷ്ടമുള്ളതെന്നറിയാമോ? വീട്ടില് വളരെ സന്തോഷമുള്ള കുട്ടികൾക്കാണ്, അല്ലെ? എനിക്ക് വീട്ടിൽ പോവാം, അവിടെ ചെന്ന് കളിക്കാം, എൻ്റെ അമ്മ എനിക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ സന്തോഷത്തിനും അവൻ്റെ റിലാക്സ്മെൻറ്റിനും ഉള്ള കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവന് കിട്ടും എന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥിയോടുള്ള ബന്ധത്തിൽ, അവൻ്റെ ഒരു വീടുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു വിദ്യാർത്ഥിയോടുള്ള ബന്ധത്തിൽ ശരിക്കും ക്ലാസ് കഴിയുന്ന വലിയ ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടി ബാഗെല്ലാം എടുത്ത് ബുക്കെല്ലാം കയറ്റി വെച്ച് ഇതിൻ്റെ സിബും ഒക്കെ ഇട്ട് ഇങ്ങനെ നമ്മൾ സെറ്റായിട്ടിരിക്കും. എന്തിനാണെന്നറിയാമോ? ബെല്ലടി കേൾക്കാൻ. ബെല്ലടിക്കണം, ഓടണം, വീട്ടിലോട്ട് ഓടണം. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ 2025 ജീവിക്കുന്ന നമ്മളെല്ലാവരും ഒരു ലാസ്റ്റ് പീരീഡിൽ വന്നിരിക്കുകയാണ്, അവസാന പീരീഡ് എന്ന് വെച്ചാൽ. ആ ബെല്ലടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ വരും. ആ കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ അവനോടുകൂടെ എടുക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു തയ്യാറെടുപ്പിന്റെ ഒരു ടൈമാണിപ്പോൾ. കാരണം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അതിനൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ആ കർത്താവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന, പ്രിപ്പയർഡായിട്ട് നിൽക്കുന്നവരെ ചേർക്കാൻ വേണ്ടി തന്നെയാണ് യേശു കർത്താവ് വേഗത്തിൽ മടങ്ങി വരുന്നത്.